ഇന്നലെയായിരുന്നു നമ്മളെല്ലാവരും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കേട്ടത്. CJ റോയ് ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നുള്ളൊരു വാർത്തയായിരുന്നു. ഇത് കേട്ടപ്പോൾ ആദ്യമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇനി ചിലപ്പോൾ ഇനി ആൾക്കാർ കള്ളം പറഞ്ഞാന്നുള്ള രീതിയിലൊക്കെ എല്ലാ ന്യൂസ് ചാനലും വെച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. സോ എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് 3-4 ദിവസമായിട്ടുണ്ട് ഈ CJ റോയുടെ ഈ ഓഫീസുകളിലുണ്ടെങ്കിൽ IT-യുടെ റെയ്ഡ് നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ഡൗട്ടുള്ളതെന്ന് തോന്നി ഇദ്ദേഹം പല ഇൻ്റർവ്യൂസിലും വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണമെന്നുള്ള രീതിയിൽ പലവട്ടം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഉള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ആത്മഹത്യ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് എന്തോന്ന് പറയാൻ പറ്റില്ല. അതോടെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതേകണത്തുള്ള റെയ്ഡൊക്കെ നടക്കുമ്പോൾ ഇതേകണക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഫോൺ, അതോടെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും വെപ്പണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ വട്ടം ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ഓഫീസിൽ വേറൊരു ഫയൽ എടുക്കാൻ പോയ സമയത്താണ് ഇതേ കണക്കത്തോടെ സംഭവം നടന്നിരിക്കുന്നതെന്നാണ്. ഇതുവരെ അതിനകത്ത് എന്തുകൊണ്ട് സംസാരിച്ചത്, എന്തുകൊണ്ട് നടന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് വളരെയധികം ഒരു വിഷമം തോന്നുന്നുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് ചാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു ഗതി വന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇനി വെളി വന്നാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.